ഹലോ ഓൾ, എല്ലാവർക്കും SSC മെന്ററിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഇന്നലെ ഓഗസ്റ്റ് 7 RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിന്റെ 3 ഷിഫ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്നലത്തെ ഷിഫ്റ്റ് 1, ഷിഫ്റ്റ് 2 അതേപോലെ ഷിഫ്റ്റ് 3 മൂന്നും അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോമൺ അനാലിസിസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഓഗസ്റ്റ് 7 തൊട്ടിട്ട് സെപ്റ്റംബർ 8 വരെ വലിയൊരു പ്രോസസ്സാണ് നടക്കുന്നത്. RRB NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാംസ് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും കിട്ടുന്ന അനാലിസിസ് വെച്ചിട്ട് വേണം ഇനിയുള്ള കുട്ടികൾ എക്സാം എഴുതാൻ പോവാൻ. കാരണം ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് സമയം കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ അനാലിസിസ് നമുക്ക് ചെയ്താലോ. ഓക്കെ, അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമുക്കറിയാം RRB NTPCക്ക് 3 സെക്ഷനാണ് ഉള്ളത്: മാത്സ്, റീസണിങ് അതേപോലെ ജനറൽ അവയർനെസ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നോക്കിയാലോ. എല്ലാ കുട്ടികളോടും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കുട്ടികൾ പറയുന്നത് ഈസി ടു മോഡറേറ്റ് ലെവലിലാണ് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. ഈസി ടു എന്താ പറയാ, ഇറ്റ് വാസ് ഈസി ടു മോഡറേറ്റ് എന്നുള്ള രീതിയിലാണ് മാത്സിന്റെ അനാലിസിസ് കുട്ടികളൊക്കെ പറയുന്നത് കേട്ടത്. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അണ്ടർ ഗ്രാജുവേറ്റിൽ എന്താണോ ചോദിച്ചത് ആ ഒരു ലെവലൊക്കെ തന്നെയാണ് മാത്സിൽ വന്നേക്കുന്നതാണ് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചോദിച്ചിട്ടുണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ സിംപ്ലിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കുട്ടികൾ. സിംപ്ലിഫിക്കേഷൻ, പിന്നെ അതേപോലെ മെൻസുറേഷനിൽ നിന്ന് കൂടുതൽ ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ടെന്ന് കുട്ടികൾ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, മെൻസുറേഷൻ പോലെയുള്ള ടോപ്പിക്കുകൾ അതിനകത്ത് നിങ്ങൾക്ക് ഫോർമുലാസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിവൈസ് ചെയ്ത് പോവുക. പിന്നെ ഗുഡ് അറ്റംപ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു നല്ല അറ്റംപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു ദിവസത്തെ എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ 3 ദിവസത്തെ ഒരു ഷിഫ്റ്റും വെച്ചിട്ട് നമ്മൾ ഏകദേശം ഗുഡ് അറ്റംപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏകദേശം 22 to 24 ഔട്ട് ഓഫ് 30 ചോദ്യങ്ങളാണ് ഉള്ളത്. അതിലൊരു 22 to 24 ചോദ്യങ്ങൾ, അതും വിത്ത് അറ്റ്ലീസ്റ്റ് 90% ആക്യുറസി ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഗുഡ് അറ്റംപ്റ്റ് എന്നുള്ളതാണ് കുട്ടികളുടെ ഒരു എന്താ പറയുക, ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് റീസണിങ് നോക്കിക്കഴിഞ്ഞാൽ റീസണിങ്ങിൽ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് വെച്ചാൽ ഇറ്റ് വാസ് ഈസി എന്നാണ് എല്ലാവരും എക്സാം എഴുതിയ കുട്ടികളൊക്കെ പറയുന്നത് കേട്ടത്. ഇറ്റ് വാസ് ഈസി, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. RRB NTPCയുടെ ഗ്രാജുവേറ്റ് ലെവലിൽ അല്ലെങ്കിൽ പൊതുവെ RRBയുടെ എക്സാംസിൽ കാണുന്ന അതേ സെയിം പാറ്റേൺ തന്നെയാണ്. വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ ഇതിൽ നിന്നും മെയിൻ ആയിട്ട് വന്നേക്കുന്നത് വെച്ചാൽ പസിൽസ് കാര്യമായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഡയറക്ഷൻ ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ ബ്ലഡ് റിലേഷൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിലും നല്ലൊരു അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്രോക്സ് 25 to 26 ഔട്ട് ഓഫ് 30 ചോദ്യങ്ങളിൽ നിന്ന് 25 to 26 ചോദ്യങ്ങളൊക്കെയാണ് അത്യാവശ്യം നല്ലൊരു അറ്റംപ്റ്റ് ആയിട്ട് പറയുന്നത്. ഇതിൽ അറ്റ്ലീസ്റ്റ് 1-2 നമുക്ക് തെറ്റാതിരിക്കാം. എന്നുവെച്ചാൽ എന്താ പറയുക, അറ്റ്ലീസ്റ്റ് 90% ആക്യുറസി ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡർ ആസ് എ ഗുഡ് അറ്റംപ്റ്റ് എന്നാണ് എല്ലാ പൊതുവെയുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് മാത്സിന്റെയും അതേപോലെ റീസണിങ്ങിന്റെയും അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ജനറൽ അവയർനെസിന്റെ എക്സാം അനാലിസിസ് നമുക്ക് നോക്കിയാലോ. RRB NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിലും ജനറൽ അവയർനെസ് ഇച്ചിരി ടഫായിട്ടാണ് വന്നത്. അത്യാവശ്യം കുട്ടികൾക്ക് മാർക്ക് പോയതും ജനറൽ അവയർനെസ് തന്നെയാണ്. അതേ ഒരു പാറ്റേൺ തന്നെയാണ് RRB അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിലും ഫോളോ ചെയ്തെന്നാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം. കാരണം ഇച്ചിരി ഡിഫിക്കൽട്ടി ലെവൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ക്യാൻ സേ ലൈക്ക് ഇറ്റ് വാസ് മോഡറേറ്റ് ടു ഹാർഡ് എന്ന് ഞാൻ പറയില്ല, ഇറ്റ് വാസ് മോഡറേറ്റ്. ഓക്കെ, അതിൽ തന്നെ അത്യാവശ്യം ഒരു ഗുഡ് അറ്റംപ്റ്റ്. നമുക്കറിയാം 40 ചോദ്യങ്ങളാണ് ഉണ്ടാവുക, 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ തന്നെ ഏകദേശം 18 to 20 or 22 മാക്സിമം ആണ് നല്ലൊരു അറ്റംപ്റ്റ് എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. കാരണം അത്യാവശ്യം കറണ്ട് അഫയേഴ്സ് വന്നിട്ടുണ്ട്, അത്യാവശ്യം ഇൻഡെപ്ത് ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഏരിയാസിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 18 to 20 or 22 ഈസ് മാക്സിമം എന്നുള്ള രീതിയിലാണ് പൊതുവായിട്ടുള്ള അനാലിസിസ് എന്ന് പറയുന്നത്. ജനറൽ സയൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഫിസിക്സിൽ അത്യാവശ്യം 1 to 2 ക്വസ്റ്റ്യൻസ്, അതേപോലെ കെമിസ്ട്രി 1 to 2 ക്വസ്റ്റ്യൻസ്, ബയോളജിയും അതുപോലെ 1 to 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്. മാക്സിമം ഒരു 5 to 6 ചോദ്യങ്ങളാണ് ജനറൽ സയൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വന്നേക്കുന്നത്. കമ്പ്യൂട്ടർ ഇത് 5 to 6 ആണ് വന്നേക്കുന്നത് എന്നുള്ളത് നോക്കുക. കമ്പ്യൂട്ടറിൽ 2 to 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ പൊളിറ്റി അത്യാവശ്യം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ പൊളിറ്റിയിൽ നിന്ന് അമെൻമെന്റ്സ്,
അമെൻമെന്റ്സ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ആർട്ടിക്കിൾ 48A ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അമെൻമെന്റ് 61st അമെൻമെന്റ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ അമെൻമെന്റുകൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഷെഡ്യൂൾസ് ചോദിച്ചിട്ടുണ്ട്, പാർട്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇനിയുള്ള ഷിഫ്റ്റിലാണ് നിങ്ങളുടെ എക്സാം എങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക. നിങ്ങൾക്ക് അറിയെങ്കിൽ അത് പെട്ടെന്ന് ഈസിലി സ്കോറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾസും അമെൻമെന്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊന്ന് മിസ് ഔട്ട് ആവാതിരിക്കാം. അപ്പോൾ ഇതാണ് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത്. ഹിസ്റ്ററിനെ കുറിച്ച് പറയാനാണെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ വന്നേക്കുന്നത് 1900 ശേഷമുള്ള ഒരു 1947 ഇടയിലുള്ള കാലഘട്ടത്തിലുള്ള കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ കുറച്ച് മിഡീവലിലേക്കൊക്കെ പോകുന്ന സമയത്ത് വാറുകൾ ചോദിച്ചിട്ടുണ്ട് കൂടുതൽ. വാറുകൾ, അതുപോലെ ആരൊക്കെ തമ്മിലായിരുന്നു വാറ്, ഏത് വർഷമായിരുന്നു വാറ്, അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അങ്ങനെ ആ രീതിയിലൊക്കെ കൂടുതലായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ വേദിക്, അതായത് ഋഗ്വേദനെ കുറിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് പോവുക. ജോഗ്രഫീനെ കുറിച്ച് പറയാനാണെങ്കിൽ മൗണ്ടെയിൻസ്, അതായത് വേൾഡിലെ മൗണ്ടെയിൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ മൗണ്ടെയിൻസ്, ഹിമാലയാസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ജോഗ്രഫിയിൽ കണ്ടതായിട്ട് പറയുന്നുണ്ട്. വലിയ ടഫായിട്ടല്ല ചോദിച്ചേക്കുന്നത്, പക്ഷേ മൗണ്ടെയിൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. എക്കണോമിക്സിൽ ബഡ്ജറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് കുട്ടികൾ പറയുന്നുണ്ട്. ബഡ്ജറ്റ് ബേസ്ഡും അതുപോലെ എക്കണോമിക് സർവേ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നതായിട്ട് കുട്ടികൾ പറയുന്നുണ്ട്. അതേപോലെ 5 ഇയർ പ്ലാനും ഏതൊക്കെയോ ഷിഫ്റ്റുകളിൽ വന്നതായിട്ട് കുട്ടികൾ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇത് ജസ്റ്റ് എന്താ പറയുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക. കറണ്ട് അഫയേഴ്സ് ആണ് ജനറൽ അവയർനെസ്സിൽ ഒരു മാക്സിമം പാർട്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം 9 to 10 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ട് കറണ്ട് അഫയേഴ്സിൽ നിന്ന്. മെയിനായിട്ട് ചോദിച്ചേക്കുന്നത് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് തന്നെ 2025 കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത്. ഈ ഒരു എന്താ പറയുക, ഒരു 6-7 മാസം മുന്നേ തൊട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. മെയിനായിട്ട് ചോദിച്ചേക്കുന്നത് അപ്പോയിന്റ്മെന്റ്സ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ അവാർഡ്സ് ചോദിച്ചിട്ടുണ്ട്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റിന്റെ സ്കീംസുകൾ ചോദിച്ചിട്ടുണ്ട്. സ്പോർട്സ്, അതായത് നാഷണൽ ഗെയിംസ് എവിടെ നടന്നു, അല്ലെങ്കിൽ ICC പ്ലെയർ ഓഫ് ദ ഇയർ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈവെന്റുകൾ, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള അവാർഡ്സും അതുപോലെ ഈവെന്റുകളും അതിന്റെ ഹോസ്റ്റുകളും ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടതെന്ന് വെച്ചാൽ ഈ CM, ചീഫ് മിനിസ്റ്ററും അതുപോലെ ഗവർണർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഇൻഡെക്സുകൾ, അതായത് ഇൻഡെക്സിൽ ആര് റിലീസ് ചെയ്യുന്നു, ഇന്ത്യയുടെ റാങ്ക് എത്ര എന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ മിലിറ്ററി എക്സസൈസുകൾ, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഈ എക്സസൈസ് നടക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു 6-7 ടൈപ്പാണ് ചോദ്യങ്ങൾ വരുന്നത് കറണ്ട് അഫയേഴ്സിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ 2025 ഒരു 6-7 ജാനുവരി തൊട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തരാനുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ ഒരു ടോപ്പിക്കുകൾ, അവാർഡ്സ്, അപ്പോയിന്റ്മെന്റ്സ് പോലെയുള്ള ടോപ്പിക്കുകൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രിപ്പയർ ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ജനറൽ അവയർനെസ്സിന്റെ ഒരു അപ്രോക്സ് ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ പേപ്പർ വാസ് മോഡറേറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെയുള്ള ഗുഡ് അറ്റംപ്റ്റ്സിന്റെ കാര്യം, ഗുഡ് അറ്റംപ്റ്റ്സ് ജസ്റ്റ് 1 day എക്സാം കഴിയുന്നതുകൊണ്ട് നമുക്ക് ഇതാണ് ഗുഡ് അറ്റംപ്റ്റ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഒരു മാസമാണ് ഈ എക്സാം നീണ്ടു നിൽക്കുന്നത്. ചിലപ്പോൾ ഇനി വരുന്ന എക്സാമുകൾ വളരെ എളുപ്പമാവാം, ചില്ലെങ്കിൽ വളരെ ടഫ് ആവാം, ദാറ്റ് ഡിപ്പെൻസ്. പക്ഷെ ഞാൻ ഈ ഒരു അനാലിസിസ് പറയുന്നത് Day 1 വെച്ചിട്ടാണ്, അതായത് August 7 എക്സാമിനെ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്ന അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ മാത്സിൽ 30 ചോദ്യങ്ങളുണ്ട്. അതിൽ 22 to 24 എവറിത്തിങ് 90% ആക്യുറസി വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അത്യാവശ്യം 90% ആക്യുറസി ഉണ്ടെങ്കിൽ ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 22 to 24 ആണ് മാത്സിൽ. റീസണിങ് 30 ചോദ്യത്തിൽ 25 to 26. അതേപോലെ ജനറൽ അവയർനെസ് മൊത്തം 40 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ 18 to 20 or 22. അങ്ങനെ ടോട്ടൽ ഒരു 68 to 72 രീതിയിലാണ്, ആ ഒരു റേഞ്ചിലാണ് നിങ്ങളുടെ അറ്റംപ്റ്റ് എങ്കിൽ ഇറ്റ് ഈസ് എ ഗുഡ് അറ്റംപ്റ്റ്. വിത്ത് 90% ആക്യുറസി ആണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡർ ആസ് എ ഗുഡ് അറ്റംപ്റ്റ്. പേപ്പറിനെ കുറിച്ച് മൊത്തത്തിൽ പറയാനാണെങ്കിൽ പേപ്പർ വാസ് ഈസി ടു മോഡറേറ്റ്. അതിൽ മോഡറേറ്റ് എന്ന് പറയുന്നത് GK ആണ് ഇച്ചിരി മോഡറേറ്റ് എന്നുള്ള രീതിയിൽ വന്നേക്കുന്നത്. ബാക്കി മാത്സും റീസണിങ്ങും അത്യാവശ്യം സ്കോറബിൾ ആയിരുന്നു. എനി ചേഞ്ചസ്, അതായത് ഈ ഒരു എക്സാമിന് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി സെക്ഷൻ വൈസ് സ്പ്ലിറ്റ്, അതായത് കുറെ വർഷങ്ങളായിട്ട് നമുക്കറിയാം RRB എക്സാമിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് തന്നെ 100 ചോദ്യങ്ങളുണ്ടെങ്കിൽ 3 സെക്ഷന്റെ ചോദ്യങ്ങൾ മിക്സ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഈ പ്രാവശ്യം സെക്ഷൻ വൈസ് ആയിട്ടാണ് ചോദ്യങ്ങൾ ഉള്ളതെന്ന് പറയുന്നുണ്ട്. അതായത് മാത്സിന്റെ 30 ചോദ്യങ്ങൾ ഒരുമിച്ച്, റീസണിങ്ങിന്റെ 30 ചോദ്യങ്ങൾ ഒരുമിച്ച്, അതുപോലെ GKയുടെ 40 ചോദ്യങ്ങൾ ഒരുമിച്ച്, അങ്ങനെ സെക്ഷൻ വൈസ് ആയിട്ടാണ്
ചോദ്യങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ സെക്ഷൻ വൈസ് കട്ട് ഓഫോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ കുറച്ചും കൂടി നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ ഏത് ഏരിയയിലാണ് കൂടുതൽ ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്തത്, എത്ര ചോദ്യങ്ങൾ മിസ്സായി എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അതുകൊണ്ട് സെക്ഷൻ വൈസ് സ്പ്ലിറ്റ് RRB ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു എക്സാം വഴി. എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അനാലിസിസ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി വരുന്ന ദിവസമാണ് നിങ്ങളുടെ എക്സാം എങ്കിൽ നിങ്ങൾ മാക്സിമം RRBയുടെ ഇപ്പോൾ 2025 കഴിഞ്ഞ ഗ്രാജുവേറ്റ് ലെവൽ പേപ്പേഴ്സുകൾ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അത്യാവശ്യം ഒരു 47 ഷിഫ്റ്റോളമാണ് എക്സാംസ് നടന്നിട്ടുള്ളത്. 47 പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ചിലപ്പം ഈ മാത്സിൻ്റെയും അതുപോലെ റീസണിങ്ങിൻ്റെ ഒക്കെ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് തന്നെ റിപ്പീറ്റ് ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേപ്പേഴ്സ് മാക്സിമം ചെയ്തിട്ട് പോവുക. കറണ്ട് അഫയേഴ്സിൻ്റെ കേസിലാണ് നോക്കുന്നതെങ്കിൽ 2025 കറണ്ട് അഫയേഴ്സിന് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതിൽ തന്നെ കൂടുതൽ അപ്പോയിൻമെൻറ്റ്സ് അല്ലെങ്കിൽ ബുക്സ് ആൻഡ് ഓതേഴ്സ്, അവാർഡ്സ്, മിലിറ്ററി എക്സസൈസ്, സ്കീംസ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ ഒരു കാറ്റഗറിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പോവുക. അതേപോലെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് സ്റ്റാറ്റിക് GK എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് GK ഞാൻ പറയാൻ വിട്ടുപോയതാണ്. സ്റ്റാറ്റിക് GKയിൽ അത്യാവശ്യം ഫെസ്റ്റിവൽ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഫെസ്റ്റിവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റ് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ 2-3 കാര്യങ്ങൾ വന്നേക്കുന്നതാണ്. കേവ്സ്, ഈ ഒരു കേവ് ഏത് സ്റ്റേറ്റിൽ, അതേപോലെ മൗണ്ടെയിൻ, ഞാൻ പറഞ്ഞു ജോഗ്രഫിയിൽ ചോദിച്ച കാര്യമാണ് മൗണ്ടെയിൻ റേഞ്ചസ്, അത് വേൾഡിലെയും അതേപോലെ ഇന്ത്യയുടെയും മൗണ്ടെയിൻ റേഞ്ചസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നിങ്ങൾ നോക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി വരുന്ന ദിവസമാണ് നിങ്ങളുടെ എക്സാം എങ്കിൽ ഇതെല്ലാം ഒന്ന് ക്രോഡീകരിച്ചിട്ട് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് പോവുക. ഒബ്വിയസ്ലി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഭംഗിയായിട്ട് പഠിക്കുക. ഇതാണ് RRB NTPCയുടെ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള വീഡിയോസ് കിട്ടാനായിട്ട് SSC മെന്ററിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ SSC അതുപോലെ RRB റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ മെറ്റീരിയൽസും നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൃത്യസമയത്ത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് SSC മെന്ററിന്റെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.